ഇന്ന് കുടപ്പം കൊണ്ടുള്ള കട്ട്ലേറ്റ് ആണ് ഉണ്ടാക്കുന്നത്. ചില സ്ഥലത്ത് ഇതിന് വാഴപ്പൂ എന്ന് പറയും. ഇത് എൻ്റെ പറമ്പിൽ നിന്ന് തന്നെ എടുത്തതാണ് കേട്ടോ. ഇവിടെ ഞാൻ വെറുതെ കിടന്ന പറമ്പാണ്. ഞാൻ കുറേ വാഴയൊക്കെ നട്ട്. അതിൽ നിന്ന് ഞാനിപ്പോൾ കുടപ്പന എടുത്തേക്കാണ്. ഇത് ഏത്തവാഴയുടെയാണ്. ഏത്തവാഴയും പാളയംകോടനൊക്കെയാണ് നല്ലത്. 2 ഞാലിപ്പൂവിൻ്റെ കിട്ടിയിട്ടുണ്ട്. അത് നല്ലതാണെന്നറിയില്ല. ഇതെന്തായാലും നമുക്ക് തോരനും കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കാം. ഒരെണ്ണം അരിഞ്ഞ് കുറച്ച് കോക്കനട്ട് ഓയിൽ പുരട്ടി വെച്ചതാണ് കറ പോകാനായിട്ട്. അതിന് ഒരു സവാള, ഇഞ്ചി ചെറുപ്പൊടിയായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത്, ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഇത് പെരിഞ്ജീരകം പൊടിച്ചത്, വേപ്പില, ഉപ്പ്, ബ്രെഡ് ക്രംസ്, ഒരു പൊട്ടറ്റോ പുഴുങ്ങിയത്, പിന്നെ ആവശ്യമായ ഓയിൽ. വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ചൂടായ പാനിലേക്ക് കുറച്ച് ഓയിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, സവാള ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് കുറച്ച് വാടി കഴിയുമ്പോൾ നമുക്ക് കുടപ്പനും പൊടിയൊക്കെ ചേർക്കാം. അധികം മൊരിയണ്ട. കറിവേപ്പില ചെറുതായിട്ട്. ഇത് ഒരുവിധം വാടിയിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. ഈ കുടപ്പന അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടി ഉപ്പിടുന്നുണ്ട്. പിന്നെ നോക്കിയിട്ടിടാം. ഇതൊരു 3-4 മിനിറ്റ് മൂടി വെക്കാം. ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്നു നോക്കിയതാണ്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു 5 മിനിറ്റ് വേണ്ടി വരും ഇത് വേവ്. ഇത് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. നമുക്ക് ഇനി ആ പൊടികളൊക്കെ ചേർക്കാം. ഗരം മസാല, കുരുമുളക് പൊടി, എരിവ് ആവശ്യത്തിന് നോക്കിയിട്ട് ഇടാം. കൂടുതൽ വേണമെങ്കിൽ കുറവ് വേണമെങ്കിൽ. ഇത് പെരിഞ്ജീരകം പൊടിച്ചത്, ഇതിലേക്ക് പൊട്ടറ്റോ മാഷ് ചെയ്ത് ചേർക്കാം.
ഇതെല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇത് ചൂടാറാൻ വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറി കഴിഞ്ഞിട്ട് ഷേപ്പ് ആക്കി എടുക്കാം. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ചൂടൊക്കെ ആറി നമുക്കിത് ഷേപ്പ് ആക്കി എടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പ് ആക്കാം. ഞാനിപ്പോൾ റൗണ്ടാണ് ആക്കുന്നത്. കട്ട്ലേറ്റ് എല്ലാം ഷേപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം ഇതൊന്ന് ഈ ബ്രെഡ് ക്രംസിൽ മുക്കി വെക്കാം. ഇത് ഞാനിവിടെ ബ്രെഡ് ഒരു 3-4 ബ്രെഡ് പൊടിച്ചെടുത്താണ് ഇവിടെ തന്നെ. ഇതെല്ലാം ഒന്ന് ബ്രെഡ് ക്രംസിൽ മുക്കി വെച്ചിട്ടുണ്ട്. ഇനി എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കാം. എഗ്ഗ് കഴിക്കാത്തവര് മൈദ കലക്കിയിട്ട് അതിൽ മുക്കിയെടുത്താലും മതി കേട്ടോ. ഇതിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലേക്ക് ഇടാം. കട്ട്ലേറ്റ് ഒക്കെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്തെടുക്കാം. ഒരു പാൻ വെച്ച് ഓയിൽ ഒഴിക്കാം. നല്ല ചൂടാവട്ടെ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കട്ട്ലേറ്റ് വറുത്തെടുക്കാം. ഒരു വശം മുരിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് മറിച്ചിടാം. ഇതായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എടുത്തു തുടങ്ങാം. അടുത്തത് ഇങ്ങനെ വറുത്തെടുക്കാം. വാഴക്കൂമ്പ് അല്ലെങ്കിൽ കുടപ്പൻ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതേ ചേരുവകൾ വെച്ച് ചീര കൊണ്ട് ഇത് ഉണ്ടാക്കാം. എല്ലാവരും ട്രൈ ചെയ്യണം. അടുത്തൊരു ഡിഷുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.